ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അതിനായിട്ട് ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. ഇതൊരു 1.25 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തത് ഇത് ചാറ് ഇറങ്ങാൻ വേണ്ടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. ഒരു വലിയ പച്ചമുളകാണ്. ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക. ഇത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കറിവേപ്പില, ഒരു പീസ് ചെറിയ ശർക്കര. പിന്നെ വേണ്ടത് കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് എടുക്കുക. താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, 3 വറ്റൽ മുളക്, 1 ടീസ്പൂൺ കടുക്. ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം, ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇഞ്ചി ഇവിടെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നവരെ ഇങ്ങനെ വഴറ്റുക. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് ഇഞ്ചിയായിട്ട് യോജിപ്പിക്കുക. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ പുളി പിഴിഞ്ഞ് അരിച്ച് എടുത്തിരിക്കുന്നതാണിത്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി ഇളക്കി കുറുക്കണം. ശർക്കര ഇവിടെ നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇഞ്ചി പുളിയുമായിട്ട് നല്ല യോജിച്ച് വരുന്നുണ്ട്. ഇത് ഇലയുടെ സൈഡിൽ വെച്ചാൽ ഒഴുകി പോകത്തില്ല, കട്ടിക്ക് തന്നെ ഇരിക്കും. ഇതിപ്പം കറിയുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയും ഇഞ്ചിയും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് താളിച്ചൊഴിക്കാം. താളിച്ചിടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടുമ്പോഴേക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. പുളിയിഞ്ചി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തൊടുകറിയാണിത്.